ഈ ബാംഗ്ലൂരിലെ ചുറ്റുവട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നല്ലാണ്ട് ഞാനും ആദർശം കുറേ നാളായി എവിടത്തേക്കെങ്കിലും ഒരു ട്രിപ്പ് പോലെയൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒരു ട്രിപ്പ് അങ്ങ് പോയി. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. സംഭവം പറഞ്ഞാൽ അത്ര വലിയ ട്രിപ്പൊന്നുമല്ല, പക്ഷേ നമ്മളെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴുള്ള ആ ഒരു ഇതിൽ നിന്ന് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. നമ്മൾ പോയത് എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബൊമ്മസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വൈകുന്നേരം 4:30 ബസ് കയറി തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു. ആദ്യത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ബസ് കയറിയിട്ടുള്ള എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു യാത്രയാണ്. ഒന്നാമത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് യാത്രകളൊന്നും പോകാനുള്ള ഒരു അവസരമൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. എന്നാലും നമ്മളൊരു ഗോവൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലുള്ള ഒന്നുമല്ല. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ പോയി വരാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഇത് പോകുന്നത് തമിഴ്നാട് വഴിയാണ്. ഞാൻ ഇതുവരെ തമിഴ്നാട്ടിലൊന്നും പോയിട്ടേ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടപ്പോൾ ആ ഒരു തമിഴ്നാടൊക്കെ കാണാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 7 മണിയാവുന്ന സമയത്ത് ഈ ബസ് തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അവിടെ ഒരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ടോയ്ലറ്റിൽ പോകേണ്ടവർക്കൊക്കെ അങ്ങനെ പോവാം, പിന്നെ ചായ കുടിക്കേണ്ടവർക്ക് കുടിക്കാം, അങ്ങനെ ഒരുപാട് സംഭവമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നിർത്തി. നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ ഫുൾ എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട് കാണുന്നതിനുള്ള കണ്ട സ്ഥലം ഇതാണെങ്കിലും തമിഴ്നാട് കാണുന്നതിനുള്ള ഒരു സന്തോഷം മൊത്തം എനിക്കുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റിയെന്നുള്ളതിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. റോഡ് സൈഡിലെ കാഴ്ചകളെല്ലാം കാണുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവേ ഇത് കുറേ കുന്നും മലയും, മല എന്ന് വെച്ചാൽ കുറേ പാറകളും കുറേ പാറയുടെ മുകളിൽ അമ്പലം. ഞാൻ നേർക്ക് വിചാരിച്ചാൽ പഴനിയിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ കാണുന്ന ഈ ഒരു റോഡ് സൈഡിൽ മൊത്തം കാണുമ്പോഴും തമിഴ്നാട്ടിൽ ഈ ഒരു ഭാഗത്തിൽ മൊത്തം അധികവും കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് കുന്നും അതിന് മുകളിലൊരു അമ്പലം, അല്ലെങ്കിൽ ഒരു കുന്നും പാറക്കെട്ടും നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മളെ കേരളവും കർണാടകവും പോലൊന്നും അല്ലാണ്ട് ഒരു വ്യത്യസ്ത ഭൂപ്രകൃതിയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ കുറേ കഴിയുമ്പോൾ രാത്രിയായി. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു വണ്ടിയിലെ. പിന്നെ നമ്മളിങ്ങനെ ഇരുന്നു. ഞാനാണെങ്കിൽ അതിനുശേഷം ഇത് 7 മണിക്കാണല്ലോ ചായക്ക് ഒരു സ്ഥലത്ത് നിർത്തിയത്. സാധാരണഗതിയിൽ ഒരു 11 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തും. അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ കുറേ നേരം ഇരുന്നു. പക്ഷേ എങ്കിൽ എന്താണെന്നറിയില്ല, ആ ബസ് എവിടെയും നിർത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. കുറച്ച് നേരം ഞാൻ ബസ്സിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിയിട്ട് എണീക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്തൊരു ലോകത്തൂടെ പോലെ ബസ് പോകുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ എണീറ്റിട്ട് ആദർശിനെ വിളിച്ച് ഏതിൻ്റെ ഉള്ളിലൂടെയായി ബസ് പോകുന്നതെന്ന് അറിയായിട്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് പാലക്കാടുള്ള ഒരു ടണൽ വഴിയായിരുന്നു ബസ് വന്നിട്ടുണ്ടായിട്ടുള്ളത്. കുതിരാൻ ടണലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സംഭവം ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. അത് ഒരു ടണലിൻ്റെ ഉള്ളിൽ തന്നെ വേറെയും ഡൈവേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോഴാണ് പറയാണ്ടിരിക്കാൻ വയ്യ, തമിഴ്നാട്ടിൽ ഇതുവരെ സഞ്ചരിച്ച സമയത്തൊന്നും അല്ലെ കർണാടകത്തിലൊന്നും മഴയുണ്ടായിട്ടില്ല. ആ ടണലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി ഞാൻ എണീറ്റ് നോക്കുന്ന സമയത്ത് ഫുള്ള് മഴ എന്ന് വെച്ചാൽ നല്ല മഴ ഇവിടെ കേരളത്തിൽ. അപ്പോൾ ആ ഒരു ചേഞ്ച് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു അതിശയം ഉണ്ടാവും. അവിടെ ഒന്നും ഇല്ലാണ്ട് ഇവിടെ പെട്ടെന്ന് കാലാവസ്ഥ മുഴുവൻ മാറി. പിന്നെ മാത്രമല്ല കേരളത്തിലോട്ടേക്ക് വരുന്ന സമയത്ത് എന്താണെന്നറിയില്ല, നമ്മളെ റോഡ് മൊത്തം കുഴിയായിരുന്നു. ആ ഭാഗത്ത് നല്ല കുലുക്കം ഉണ്ടായിരുന്നു. പിന്നെ ഈ റോഡ് പണി നടക്കുന്ന ആ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അതുവരെ ഇല്ലാത്ത ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കിലെല്ലാം ഇഴഞ്ഞാണ് ഒന്ന് ബസ് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഇതുവരെ മറ്റേ 2 സംസ്ഥാനത്തും കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെയും ബസ് മുന്നോട്ട് പോയി. നല്ല വെളിച്ചമൊക്കെ വന്നു. ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്ന സമയമായി. പക്ഷേ എന്നേരം പോലും ഈ ബസ് എവിടെയും നിർത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 7 മണിക്ക് ബസ് കയറിയ ആൾക്കാരാണ്. ഒരു ഫുഡ് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ അത്യാവശ്യം ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല. മുഖം കഴുകേണ്ടവർക്ക് അതിനും പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇതിനിടയിൽ ഞാനൊരു പ്രാവശ്യം ഇവരോട് വണ്ടി നിർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുഖം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഇന്നലെ രാത്രിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ബസ്സെല്ലാം എന്തായാലും നിർത്തി കൊടുക്കണം. കാരണം ഈ രാവിലെ മുതലേ നമ്മൾ പൊതുവേ രാവിലെ ഒരു 7 മണിയാകുമ്പോഴൊക്കെ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവൂലേ. ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ ഒരു 10-11 മണി വരെ
നല്ല വിശപ്പ് സഹിച്ചിട്ട് ഇങ്ങനെ തന്നെ ബസ്സിലിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഒരുവിധ ആൾക്കാരൊക്കെ അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കിയുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാകുമ്പോൾ ബസ് നിർത്താത്തതെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു വല്ലാത്ത അനുഭവമായി പോയിന്ന്. കാരണം ഇത്രയും സമയം ഫുഡൊന്നും കഴിക്കാണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശപ്പിൻ്റെ എല്ലാം വില ശരിക്കും മനസ്സിലായത് ഈ ഒരു ട്രിപ്പിൻ്റെ അകത്തു നിന്നാണ്. പിന്നെ പല്ലൊന്നും തേക്കായിട്ട് വായെല്ലാം ഒരുമാതിരി കയക്കുകയും ചെയ്യുന്നു. ഇത് 11 മണി 12 മണി ആയി. അന്നേരം ഇത് ഒരുമാതിരി മുഖവും കഴുകിയിട്ടില്ല. ഒരു വല്ലാത്തൊരവസ്ഥ. എങ്ങനെയെങ്കിലും ഈ ബസ്സൊന്ന് അവിടെ എത്തിയിട്ട് ഒന്ന് പല്ലെല്ലാം തേച്ചിട്ട് ഒരു ഭക്ഷണം കഴിച്ചാൽ മതി എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കലാണ്. പക്ഷെ നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു വിഷമ സമയത്തിലൂടെ പോകുമ്പം നമുക്ക് സമയം തീരെ പോവാത്ത പോലെ തോന്നും. അതുപോലെയായിരുന്നു അന്നേരം നമ്മളവസ്ഥ. ഇതാണെങ്കിൽ എത്ര എത്തിയിട്ടും എത്തുന്നുമില്ല. വിശപ്പാണെങ്കിൽ നല്ലോണം ഉണ്ട് താനും. പിന്നെന്ത് ചെയ്യാനാ, അവിടെ തന്നെ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എങ്ങനെയല്ലോ അവസാനം തിരുവനന്തപുരത്തെത്തി. അപ്പം നമ്മളിവിടെ തിരുവനന്തപുരത്തെത്തി. ബസ് ഇറങ്ങിയ പാടെ തന്നെ ആദ്യം കണ്ട ഹോട്ടലിൽ കയറി. പല്ലൊന്ന് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല്ലെല്ലാം തേച്ചു. ഇനിയിപ്പം 11:30 നല്ല വിശപ്പുണ്ട്. ഇന്നലെ 10:30 ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. ഇനിയിപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഹോട്ടലിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രത്യേകതരം ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ടേക്ക് കയറുന്ന സമയത്ത് ഏതോ ഗുണ്ടാ സങ്കേതത്തിലെല്ലാം കയറുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ടലിലുള്ള ആരോ അല്ലെങ്കിൽ ഈ ഹോട്ടൽ നടത്തുന്ന ആർക്കോ ഈ പാത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആരോ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും മാത്രം അങ്ങനെയുള്ള പാത്രങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിട്ടുണ്ടാവുക. ഒരു പ്രത്യേകതരം എന്താ പറയുക, ഒരു എസ്തെറ്റിക് ലുക്കോ മറ്റോ അത് കൊടുക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്, തുരുമ്പിച്ച സാധനങ്ങളെല്ലാം വെച്ചിട്ട്. പക്ഷേ അത് നല്ല ഭംഗിയുണ്ട്. ഞാൻ പിന്നെ നല്ല സന്തോഷത്തിലാണ്. പിന്നെയെന്ന് വെച്ചാൽ കുറേ നാളായി വേറെ ഒരു പുറത്തുനിന്നുള്ള നല്ല മലയാളി ഫുഡെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഞാൻ മടുത്തിരിക്കലാണ്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള ഒരു ഇതിലും പിന്നെ ഇത്രയും നേരം വിശന്നിരുന്നതിൻ്റെ ആ ഒരു ഇതെല്ലാം കൂടി കൊണ്ട് ഇവിടെ എത്തിയല്ലോ എന്നുള്ള സന്തോഷത്തിലായി ഞാൻ. പിന്നെ ഈ മേശയിലുള്ള 3 കുഞ്ഞു ഭരണിപാത്രങ്ങളിൽ മോരും സാമ്പാറും പിന്നെ രസമൊക്കെ ഓൾറെഡി ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി നമ്മൾ ഓർഡർ ചെയ്ത് സദ്യയും കൂടെ വന്നാൽ എല്ലാം പെട്ടെന്ന് തുടങ്ങാം. അപ്പോൾ കുറച്ച് കഴിയുമ്പം തന്നെ നല്ല ഇലയും വെള്ളവും വന്നിട്ടുണ്ടായി. പിന്നെ അതിനുശേഷം നല്ല 2 തരത്തിലുള്ള അച്ചാർ വിളമ്പി അവർ. പിന്നെ കിച്ചടി, ഒരു വറവ്, അവിയൽ, ഇങ്ങനെയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ വിളമ്പി. പിന്നെ അധികം വൈകാതെ തന്നെ ചോറ് വിളമ്പി. പിന്നെ ഞാൻ ഈ ഒരു ചോറിൻ്റെ അകത്ത് ഒരു കുഴിയൊക്കെ ഇട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഇവിടെ നല്ല സേമിയ പായസം കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശ് എനിക്ക് സാമ്പാർ വിളമ്പി തന്നു. കുറച്ച് കഴിയുമ്പം തന്നെ മോരും വിളമ്പി തന്നു. അപ്പോൾ തന്നെ ആ ചേച്ചി പപ്പടവും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. നല്ല വിശപ്പല്ലായിരുന്നു. അപ്പം പിന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തിന്നാൽ മതി എന്നായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ഈ റോഡുമില്ലെല്ലാം കിടക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടെല്ലാം ഒരു ആലോചന വന്നത്. കാരണം അവരെല്ലാം എത്ര വിശന്നിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. നമ്മളെല്ലാം 2 നേരത്തെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പം തന്നെ മീൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മീനും കൂടി വാങ്ങി. കാരണം ഇവിടെ ബാംഗ്ലൂരിലെല്ലാം മീനിന് അത്ര പോരാത്തതുകൊണ്ട് നമ്മൾ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ അതുകൂടി വാങ്ങി എൻ്റെ എന്താ പറയുക പൂർണ്ണ സംതൃപ്തിയോടെ ഈ ഭക്ഷണം മൊത്തം ഇരുന്ന് തിന്നു. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടേക്ക് ഇറങ്ങി. നല്ല ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ചുറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വരുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. പിന്നെ ഈ ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പങ്കായ എന്നാണ്. നമ്മുടെ റോഡ് സൈഡ് തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു റൂം എടുക്കുക എന്നുള്ള, എന്നിട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ റൂമിനേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടി നോക്കി.